ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. വ്യാഴാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് മുഴുവൻ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പുണ്ട്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ഇറാൻ. അമേരിക്കൻ ആക്രമണം വഷളാക്കുവാൻ ഇടയാക്കുമെന്ന് ഇറാൻ. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത ഇറാൻ. അടുത്ത 30 ദിവസത്തേക്ക് ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലായിരിക്കുമെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി. അമേരിക്കൻ ആക്രമണം സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുവാൻ ഇടയാക്കുമെന്നും അരഗ്ചി. യുദ്ധക്കുറ്റങ്ങൾക്ക് അമേരിക്കൻ ഇസ്രായേൽ നേതാക്കളെ വിചാരണ ചെയ്യണമെന്ന് ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി പ്രതികരിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ നിർണായക കൌൺസിൽ യോഗം ഇന്ന്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ നിർണായക കൌൺസിൽ യോഗം ഇന്ന്. അവിശ്വാസ പ്രമേയത്തിനുള്ള കത്ത് നൽകുവാൻ മതിയായ പിന്തുണ UDFന് ലഭിച്ചിട്ടില്ല. CPIM സഹകരിക്കാത്തത് BJPയുമായുള്ള രഹസ്യധാരണ കൊണ്ടാണെന്ന് UDF ആരോപിച്ചു. കോർപ്പറേഷനിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനുള്ള അവസരമായിരുന്നു ഇതെന്നും സമരവുമായി മുന്നോട്ടു പോകുമെന്നും UDF വ്യക്തമാക്കി. വെനസ്വേല ഇരട്ട ഭൂകമ്പം. മരണം 1450 രക്ഷാപ്രവർത്തനം തുടരുന്നു. വെനസ്വേലയിലെ ഇരട്ട ഭൂകമ്പത്തിൽ മരണം 1450. സ്ഥലത്ത് യന്ത്രസാമഗ്രികളുടെ അഭാവം രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചു. ദുരന്തത്തിൽ വെനസ്വേലയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ എത്തി. അമേരിക്കയിലെ ബ്രൂക്ലിനിലെ ജയിലിൽ കഴിഞ്ഞ ജനുവരി മുതൽ തടവിലാണ് മഡൂറോയും ഭാര്യ സീലിയയും. എക്സിലൂടെയായിരുന്നു പ്രതികരണം. വീണ്ടും സമാധാന വഴിയിൽ ഇറാനും അമേരിക്കയും. ആക്രമണം അവസാനിപ്പിക്കുവാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. ആക്രമണം അവസാനിപ്പിക്കുവാൻ ഇറാനും അമേരിക്കയും തമ്മിൽ ധാരണയായതായി റിപ്പോർട്ട്. ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര പ്രതിനിധികൾ തമ്മിൽ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ചൊവ്വാഴ്ച ചർച്ച നടത്തും. അമേരിക്കൻ മാധ്യമമായ ആക്സിയോസ് ആണ് വിവരം പുറത്തുവിട്ടത്. നേരത്തെ സ്വിറ്റ്സർലൻഡിൽ ചൊവ്വാഴ്ച നടക്കാനിരുന്ന ചർച്ചയാണ് ദോഹയിലേക്ക് മാറ്റിയത്. ഹോർമുസിലെ കപ്പൽ ഗതാഗതം സംബന്ധിച്ച തർക്ക വിഷയമാണ് ദോഹയിൽ ചർച്ചയാവുക. ഹോർമുസിൽ പുതിയ ജലപാത അംഗീകരിക്കില്ലെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതോടെയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച സംഘർഷം ആരംഭിച്ചത്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. തൃശൂരിലെ മാളയിൽ നിന്നും ഫിഫ ആസ്ഥാനത്തേക്ക് ലോകകപ്പിന്റെ ഗ്ലോബൽ അക്കോമഡേഷൻ ടീമിന്റെ ഭാഗമായി വർഗീസ് എടാട്ടുകാരൻ. തൃശൂരിലെ മാള എന്ന ഗ്രാമത്തിൽ നിന്നും ലോകത്തിലെ ഏറ്റവും വലിയ കായിക ഇവന്റായ ഫിഫ ലോകകപ്പിന്റെ സംഘാടനത്തോളം വളർന്ന കഥയാണ് ഫിഫ ടൂർണമെന്റ്സ് ആൻഡ് ഇവന്റ്സ് വിഭാഗത്തിലെ അക്കോമഡേഷൻ മാനേജറായ വർഗീസ് എടാട്ടുകാരന് പറയുവാനുള്ളത്. സൂറിച്ചിലെ ഫിഫ ആസ്ഥാനത്ത് 2019 ഗ്ലോബൽ അക്കോമഡേഷൻ മാനേജറായി വർഗീസ് ചുമതലയേൽക്കുന്നത്. അന്നു മുതൽ ഇങ്ങോട്ട് ലോകമെമ്പാടുമുള്ള ഫിഫയുടെ ഏറ്റവും അഭിമാനകരമായ ടൂർണമെന്റുകളിൽ പ്രധാന സംഘടന സാന്നിധ്യമായി അദ്ദേഹം മാറി. ഈ വർഷം ഫിഫ അണ്ടർ 17 വനിതാ ലോകകപ്പിന്റെ ചുമതലയുമായി ഇന്ത്യയിലും എത്തിയിരുന്നു. 6 പേർക്ക് പുതുജീവനേകുവാൻ നവോമി. വാഹനാപകടത്തിൽ മരിച്ച തൃശൂർ സ്വദേശിനിയുടെ ഹൃദയമടക്കം അവയവങ്ങൾ ദാനം ചെയ്യും. സംസ്ഥാനത്ത് വീണ്ടും ഹൃദയമാറ്റ ശസ്ത്രക്രിയ. വാഹനാപകടത്തിൽ മരിച്ച തൃശൂർ സ്വദേശി നവോമി വിൻസെന്റിന്റെ ഹൃദയം ദാനം ചെയ്യും. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്നും എറണാകുളം ലിസി ആശുപത്രിയിലേക്ക് ഹൃദയം എയർ ആംബുലൻസിൽ എത്തിക്കും. ഹൃദയമടക്കം നവോമിയുടെ 6 അവയവങ്ങൾ ദാനം ചെയ്യും. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.